കഴിഞ്ഞ കാലങ്ങളിൽ ഓൺലൈനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ KPF ക്ലിനിക് 7ാമത് വാർഷികത്തോടനുബന്ധിച്ച് വാക്കിൻ ക്ലിനിക്കായി പുനരാരംഭിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്നത്തെ കൺസൾട്ടേഷൻ ഞങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യുന്നു. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ തികച്ചും യാദൃശ്ചികം. മറിച്ച് നിങ്ങൾക്ക് സാമ്യം തോന്നിയാൽ അത് സ്വാഭാവികം മാത്രമാണ്. ഇവിടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന മനോരോഗ വിദഗ്ധനായ ഡോക്ടർ സ്റ്റെഫിൻ കൈച്ചിറയെ ഉപരിപഠനത്തിനോടൊപ്പമുള്ള ചികിത്സയ്ക്കായിട്ട് ഊളംപാറ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അടിയന്തിരമായി പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതോടനുബന്ധിച്ച് അടൂർ മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിദഗ്ധനുമായ ഡോക്ടർ ബ്ലസൻ തടത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. പുള്ളി പൂളംപാറയിലാണോ? ആണ് ഡോക്ടറെ. എന്റെ കൂടെ പഠിച്ച കുറച്ച് പേര് അവിടെ ഉണ്ട്. ഞാൻ അവരോടൊന്ന് വിളിച്ചു ചോദിക്കാം തിരക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറ കേട്ടോ. ഷിഫ്റ്റിന് വരുമ്പോൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ ലൈവ് കൺസൾട്ടേഷന്റെ ആദ്യത്തെ ദിവസമാണല്ലോ. ഇന്ന് രോഗികളൊക്കെ ഉണ്ടോ? പിന്നെ ഡോക്ടറെ കുറെ തിരക്കാ ഇന്ന്. ഡോക്ടർ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്നോ? ആണോ? എങ്കിൽ ആദ്യത്തെ ആരാ? ആദ്യമേ ഒരു പ്രീമിയം കേസാണ്. ഒരു കൂടിയ ഒരു സംഭവമാണ്. ഞാൻ അധികമായിട്ട് അസസ് ചെയ്യാൻ പോയില്ല. എന്നാലും ഞാൻ വിളിക്കാം. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. എങ്ങനെയാലും വിളിക്കും, നമുക്ക് നോക്കാം. ജോർജ് ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോർജ്. വയസ്സ് എത്ര? വയസ്സ് 30. കണ്ടാ കുറച്ച് പറയത്തില്ലല്ലോ നമ്മളെ. കണ്ടാ പറയോ വയസ്സ്? കുഴപ്പമില്ല, 30. എന്താ രോഗം പറഞ്ഞാട്ട്? ഡോക്ടറെ, എനിക്ക് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഒരു അസ്വസ്ഥതയാണ് മൊത്തം. മാനസിക അസ്വസ്ഥത. ഒരു ഉറക്കമില്ല, സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എനിക്ക് ഒന്നിലും. ഇതൊരു രോഗമാണ് ഡോക്ടറെ. അതെന്താ ജോർജ്? കാര്യം വിശദമായിട്ട് പറ. എന്തുവാ പ്രശ്നം? എന്തുവാ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാനാണെങ്കിൽ അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. ഞാനാണെങ്കിൽ കളിക്കാൻ പോവും. അങ്ങനത്തെ ക്രിക്കറ്റ് കളിയുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ക്രിക്കറ്റ് കളിക്ക് പോകുന്നത് ഒരു അസുഖമാണോ ഡോക്ടറെ? ക്രിക്കറ്റ് കളി അതൊരു അസുഖമല്ല കേട്ടോ ജോർജ്. കൂട്ടായ്മയ്ക്കൊക്കെ പോകാറുണ്ടോ? കൂട്ടായ്മയ്ക്ക് പോവും. സൺഡേ ഞാൻ പോവും ക്രിക്കറ്റ് കളിക്കാൻ പോവും. നല്ല കൂട്ടായ്മയാണ്. അപ്പം മനസ്സിലായില്ല, ഒന്നും കൂടെ പറഞ്ഞേ. എൻ്റെ കൂട്ടായ്മ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഞാൻ സൺഡേ. അപ്പം ജോർജ് കൂട്ടായ്മയ്ക്ക് പോകാറില്ല അല്ലേ? കൂട്ടായ്മയ്ക്ക് പോകാറില്ല. അത് പോകാറുണ്ട് ഡോക്ടറെ. ക്രിക്കറ്റ് കളിയാണ് എൻ്റെ കൂട്ടായ്മ. ആണോ? അതൊരു രോഗമാണോ? എൻ്റെ വൈഫും മമ്മിയും പറയുന്നത് അത് രോഗമാണെന്നാ പറയുന്നത്. ആണോ? അതാ കുഴപ്പം. പിന്നെ എന്നാ ഈ കാര്യം പറഞ്ഞില്ലല്ലോ. എന്തോ മനസ്സിന്റെ എന്തോ സമ്മർദ്ദം? മനസ്സിന് എനിക്ക് ആ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞ് പിന്നെ സൺഡേ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകാറ്. അത് കളിച്ചു കഴിഞ്ഞു വന്നാൽ പിന്നെ അപ്പോൾ ഒരു സന്തോഷമുണ്ട്, പിന്നെ എൻ്റെ സന്തോഷം പോവും. അതാണ് എൻ്റെ കുഴപ്പം. അതിപ്പോ ക്രിക്കറ്റ് കളി ഒഴിവാക്കി ഞായറാഴ്ച ആരാധനയ്ക്ക് പോയാൽ സമാധാനം കിട്ടത്തില്ലേ? സന്തോഷം കിട്ടത്തില്ലേ? എൻ്റെ പൊന്നു ഡോക്ടറെ, ഞായറാഴ്ചകളിലാണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യണതുകൊണ്ട് ഞായറാഴ്ചകളിൽ എനിക്ക് എക്സ്ട്രാ പ്രീമിയം കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഒന്നും ഡ്യൂട്ടിക്ക് പോകാറില്ല. പക്ഷേ ഈ ശനി ഞായറും പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഷിഫ്റ്റ് എടുക്കും. ഡോക്ടറെ, $3 പ്രീമിയത്തിന്റെ കാര്യം. ഡോളർ പ്രീമിയം കിട്ടുന്നതിന്റെ അന്നേരം ഒരു പ്രത്യേക ഒരു മനസ്സും കിട്ടുന്നുണ്ടല്ലേ? അതെനിക്ക് മനസ്സിലായ കാര്യം. ഇതെന്തോന്നറിയോ, നേഴ്സുമാരിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് കേട്ടോ. ഈ 30-നും 50-നും ഇടയ്ക്ക്, അതിന് ചില സമയങ്ങളിൽ 60-ന് ശേഷവും കാണാറുണ്ട്. പക്ഷെ 30-നും 50-നും ഇടയ്ക്കാണ് ഇത് കണ്ടുവരുന്നത് കേട്ടോ. ഇത് നമുക്ക് സിസ്റ്ററെ ഫെയ്ത്ത് ബൂസ്റ്റർ ഷോട്ട് ഇരിപ്പുണ്ടോ? ഇതൊന്നും വേണ്ട ഡോക്ടറെ. അത് അച്ചായൻ ഒരെണ്ണം വേണ്ട വരും കേട്ടോ. അത് ഒരെണ്ണം കൊടുത്തോ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മത്തായി 6:24 അച്ഛൻ വെളിയിൽ ഇറങ്ങുമ്പോൾ വായിക്കണം കേട്ടോ. മത്തായി 6:24. മത്തായി 6:24 ഒന്ന് സിസ്റ്റർ എഴുതി കൊടുത്തേക്കണേ. അച്ഛൻ പോയാട്ട് കേട്ടോ. ഷോട്ട് കൊടുത്തേക്കണേ. വാക്സിനേഷൻ ആൾക്കാരൊക്കെ ഒരു കാര്യങ്ങളെ പൈസ ഉണ്ടായാലും അവസ്ഥയാണ് ഡോക്ടർ. ഇവിടെ വന്ന് ഇങ്ങനെ ഷിഫ്റ്റും ദൈവത്തെ മറന്ന് ജീവിക്കുക. എന്നാലും നമുക്ക് അടുത്ത പേഷ്യന്റിലോട്ട് പോവാം ഡോക്ടറെ. എങ്കിൽ വിളി, സമയം കളയണ്ട. അടുത്തുണ്ടല്ലോ ഒരു ഉറക്കത്തിന്റെ കേസാണ് ഡോക്ടറെ. ഒന്ന് നോക്കിക്കോണേ, ഞാൻ വിളിക്കാം. ഈ ഉറക്കത്തിന് ഇവിടെ എന്തിനാ? ടിജുവിന്റെ സ്ലീപ്പ് ക്ലിനിക്കിലോട്ട് വിട്ടാ പോരെ? നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് അസസ് ചെയ്യാം, എന്നിട്ട് റെഫറൽ കൊടുക്കാം ടിജുയുടെ അങ്ങോട്ടെ. ഓക്കെ. തങ്കച്ചൻ, നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. പേര് തങ്കച്ചൻ അല്ലേ? തങ്കച്ചൻ. വയസ്സ് എത്ര?
36. 36. എന്താ അസുഖം പറഞ്ഞോ? ഓ, ഒന്നും പറയാനില്ല ഡോക്ടറെ. എനിക്ക് ഉറക്കത്തിന്റെ ഭയങ്കര അസുഖം. അതിന് ഉറക്കത്തിന് അസുഖം ഉണ്ടെങ്കിൽ ഉറങ്ങിയാ പോരെ, രാത്രി കിടന്ന് ഉറങ്ങിയാ പോരെ? അങ്ങനെയല്ല ഡോക്ടറെ. ചർച്ചിലൊക്കെ പോയിരിക്കുമ്പോ തന്നെ ഇരുന്ന് ഉറക്കം വരികയെന്നേ. അത് ഒരു പ്രത്യേക കണ്ടീഷനാണ് കേട്ടോ. ഈ ചർച്ചിൽ വന്നിരിക്കുമ്പോ തുടക്കം തൊട്ടോ ഉറക്കമുണ്ടോ, അതോ ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഉറക്കം? ഇല്ല, ആരാധന സമയത്തൊന്നും ഉറക്കമൊന്നുമില്ലാന്നേ. ഈ പാസ്റ്റർ ബൈബിൾ എടുത്ത് അങ്ങോട്ട് പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഒയ്യോ എന്തെന്നില്ലാത്ത ഉറക്കം വരും. എൻ്റെ തങ്കച്ച, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പെന്തക്കോസ് സഭയിൽ അത്യാവശ്യം സൗണ്ട് ഉണ്ട്, ബഹളമുണ്ട്. അപ്പൊ ഈ ബഹളത്തിനിടയ്ക്ക് ഇരുന്ന് തങ്കച്ചൻ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതിന് പല വഴി നോക്കി. ഞാൻ സ്പീക്കറിന്റെ കീഴെ വന്നിരുന്ന് നോക്കി, ഒരു കാര്യമില്ല അതില്. അപ്പൊ ഈ ഫ്രണ്ടിൽ നിന്ന് ഉറങ്ങുമ്പോ പാസ്റ്റർ ഒന്നും പറയാറില്ലേ? അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട് നമുക്ക്. അതെന്ത് ട്രിക്ക്? അതൊന്ന് എഴുതി വെക്കണമല്ലോ. അടച്ചിരുന്ന് ധ്യാനിക്കണ പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആടും. അപ്പൊ പാസ്റ്റർ വിചാരിക്കും നമ്മള് ധ്യാനിക്കാന്ന്. ഇത് മനസ്സിലായി. ഇങ്ങനെ ആടുമ്പോ പാസ്റ്റർ വിചാരിക്കും പാസ്റ്റർക്ക് ഒരു പ്രോത്സാഹനമാവും. പക്ഷെ അതൊക്കെ ഒരു അബദ്ധം പറ്റി. ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പാസ്റ്റർ എന്തോ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഹല്ലേലൂയ അങ്ങോട്ട് കയറി പറഞ്ഞു. അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അത് കൺസ്ട്രക്ഷൻ ഫണ്ടിലേക്ക് കാശ് കൊടുക്കാനുള്ള ഒരു കൈവക്കാൻ പറഞ്ഞാൽ അച്ഛന് കൈവൊക്കെയില്ലേ? അത് തന്നെ പറ്റി. ഓക്കെ അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. റോമർ 12:11 പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കാൻ. അപ്പൊ ആത്മാവിന്റെ എരിവ് കുറവാണ് പ്രശ്നം കേട്ടോ. അച്ഛാ എരിവിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം കേട്ടോ. വെയ്ക്കപ്പ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. സിസ്റ്ററെ ഇരിപ്പുണ്ടോ? ഓക്കെ, അത് ഒരെണ്ണം എടുത്തിട്ട് പോകട്ടോ. പിന്നെ ഒരു സിമ്പിൾ ട്രിക്ക് വരാം, ഞാൻ ഫോളോ ചെയ്യുന്നതാ കേട്ടോ. ഈ പാസ്റ്റർ പ്രസംഗം തുടങ്ങുമ്പോൾ ആ നോട്ട് ബുക്ക് എടുത്തിട്ട് ചുമ്മാ എന്തെങ്കിലും പാസ്റ്റർ പറയുന്ന ആ വാക്യങ്ങൾ പ്രസംഗം ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം മാറാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഞാൻ ട്രൈ ചെയ്യുന്നതാ. പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് പോണല്ലേ? ഓക്കെ അച്ഛൻ പോയാട്ടെ. ശരി ഡോക്ടർ, അച്ഛൻ പോയാട്ടെ. ഇത് മാറുന്ന കേസെല്ലാം തോന്നുന്നു കേട്ടോ. ഇതിരുന്ന് ഉറങ്ങി തീർത്തേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? അടുത്തുണ്ട് ഡോക്ടറെ. ഒരു കുടുംബ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര അടിയാ ഡോക്ടറെ. കുടുംബ പ്രശ്നമാണെ വല്ല കുടുംബ കോടതി പറഞ്ഞു വിട്ടാ പോരെ? എന്തായാലും ഡോക്ടർ നോക്ക്, വന്നല്ലേ. സണ്ണിച്ചൻ ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ആരാ രോഗി? സണ്ണിച്ചനാണോ? എന്റെ ഇച്ഛാനാണ് രോഗം. ആണോ? സണ്ണിച്ച എന്തുവാ കാര്യം? രോഗം എന്തുവാ? എൻ്റെ പൊന്നു ഡോക്ടർ സാറേ, ഒന്നും പറയണ്ട. മാസത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു രോഗത്തിൻ്റെ അടിമകളാണ് ഞാനും എൻ്റെ ഭാര്യയും. ഞങ്ങൾക്ക് ഒരുമിച്ച് അസുഖം വരുന്നത്. അല്ല, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. മെഡിക്കൽ ടെർമിനോളജി സ്ഥിരമായിട്ട് രോഗം വരും, അല്ലെ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ രോഗം വരും. ഇതെന്തോ മാസത്തിൽ ഒരിക്കൽ മാത്രം രോഗം വരുന്നത്? എൻ്റെ പൊന്നു ഡോക്ടർ സാറേ, ഈ രോഗം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ചർച്ച് ഉണ്ട് ഇവിടെ കിങ്സ്റ്റണിൽ. ആ ചർച്ചില് മാസത്തിൽ ഒരിക്കലാണ് യൂത്ത് മീറ്റിംഗ്. യൂത്ത് മീറ്റിംഗ് ഒരു രോഗമാണോ? അതല്ല ഡോക്ടറെ, സാധാരണ 12:30ക്കാണ് യോഗം കഴിയുന്നത്. മാസത്തിൽ ഒരിക്കൽ യൂത്ത് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ 12:30ക്ക് യോഗം കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് മീറ്റിംഗ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അടിവയറ്റിൽ കൂടെ രാന്തല ഇങ്ങോട്ട്. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ച് പതുക്കെ അങ്ങ് ഇറങ്ങും. എന്റെ സണ്ണിച്ച യൂത്ത് മീറ്റിംഗ് സെക്രട്ടറി ആരാ? അതല്ലേ വിറ്റ്. അതൊരു മൊട്ടത്തലേനാ, സിജു എന്നാ പേര്. പുള്ളി ഫ്രണ്ടിലോട്ട്. പുള്ളിയുടെ തല കാണുമ്പോഴുള്ള പ്രശ്നമാണോ, അതോ പുള്ളിയോട് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? എന്റെ പൊന്നു ഡോക്ടറെ, ഞങ്ങള് നല്ല സുഹൃത്തുക്കളാ. പക്ഷെ പുള്ളി ഉണ്ടല്ലോ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോ എനിക്ക് എന്താ നേരത്തിൽ അടിമൂടി അങ്ങ് ഒരു പെരിപ്പ. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലാതെ വേറെ? സിജുനോട് വല്ല മാനസികാവസ്ഥ? ഓ അങ്ങനെയൊന്നും ഇല്ല, ഒരു ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ പേര് വല്ല പ്രോഗ്രാമിനും ചേർക്കുന്നുള്ള പേടിയാ. അത് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇറങ്ങാൻ പോകുന്നു, അപ്പൊ സിജുനെ കാണുമ്പോൾ നിങ്ങൾ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ഈ ഡോറിന്റെ അവിടെ പാസ്റ്റർ ഒന്നും തടയാൻ നിൽക്കത്തില്ലയോ? എന്റെ പൊന്നു ഡോക്ടറെ, അതല്ലേ വിറ്റ്. പാസ്റ്റർ ഇത് കഴിയുമ്പോഴേ അങ്ങ് നേരെ പുറകെ പോയി ആ ഡോറിന്റെ അവിടെ അങ്ങ് നിൽക്കും. ആരൊക്കെ പോകുന്നുണ്ടെന്ന് നോക്കി. അപ്പൊ ഞാൻ പതുക്കെ പുറകോട്ടിറങ്ങി ചെല്ലും, പാസ്റ്റർ അങ്ങ് തടയും. എങ്ങനെങ്കിലും ഞങ്ങൾ കണ്ണു വെട്ടിച്ച് വാസ പുറകെ കൂടെ അങ്ങ് പോകും. ഓക്കെ, നിങ്ങൾ കണ്ണ് വെട്ടിച്ച് പോയെന്നിരിക്കട്ടെ. നിങ്ങൾ കണ്ണ് വെട്ടിച്ച് പോയെന്നിരിക്കട്ടെ. അപ്പം ഈ 100 പേരുണ്ടെങ്കിൽ അപ്പൊ ബാക്കി 98 പേര് ഇവിടെ കാണുമല്ലോ. ഡോക്ടറെ, ഞങ്ങളുടെ പുറകെ തന്നെ ഒരു പറ്റാൽ ആൾക്കാർ ഇറങ്ങി. അതാ വിറ്റ്. ഈ അടിവയറ്റിലെ വേദന എല്ലാവർക്കും ഉണ്ടെന്നേ. ഞങ്ങള് പോകുമ്പോ പുറകെ നൈസായിട്ട് കുറെ പേരിങ്ങി വരും. അപ്പൊ ഇവിടുത്തെ പാസ്റ്ററും കാണും സിജുവും കാണും. അപ്പൊ നിങ്ങളുടെ ചർച്ചിൽ അവർ 2 പേരേ ഉള്ളൂ, കൂടെ ഉള്ളൂല്ലേ? അങ്ങനെയാണ്. പിന്നെ നമുക്ക് 2 പാസ്റ്റർമാരും കൂടെ ഉണ്ട്. വാക്കിൻ ക്ലിനിക്കായി വേറെ എന്തെങ്കിലും സണ്ണിച്ചൻ പ്രശ്നമുണ്ടോ? സന്തോഷപൂർവ്വം അറിയിച്ചു. ഒരു ഊബർ എന്ന് പറഞ്ഞ
അതോടൊപ്പം ഇന്നത്തെ കൺസൾട്ടേഷൻ ഊബർ എന്ന് പറഞ്ഞ് ലൈവായി ഭ്രാന്തോ? സംപ്രേഷണം ചെയ്യും. ജീവിതത്തിന്റെ ഒരു അതൊരു പാർട്ട് ടൈം ജോലി ഈ ചെയ്യുന്നതല്ലേ? കഥയും കഥ അതൊരു പ്രാന്താണോ? കഴിഞ്ഞ കാലങ്ങളിൽ രാത്രിയൊന്നും ഓൺലൈൻ പകലൊന്നും ഒന്നുമില്ല, ആരാധനയ്ക്കോ ഒന്നും വരത്തില്ല. ഊബർ ഓടിക്കണമെന്നേ ഉള്ളൊരു ചിന്തയേ ഉള്ളൂ. ഇടയ്ക്ക് എന്തോ സർജെന്നോ എന്തോ മർജെന്നോ സർജ് സോറി സർജ് അങ്ങനൊക്കെ പറഞ്ഞ് ഇറങ്ങി രാത്രിയിൽ തന്നെ ഇറങ്ങി ഓടുക. ഡോക്ടറെ അപ്പോഴാണ് നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് ഓട്ടം കൂടുതൽ വരുമ്പോഴാണ് ഈ സർജ് അടിക്കുന്നത്. അപ്പൊ പുള്ളി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? എന്തെങ്കിലും ഇതൊരു മാനസിക പ്രശ്നമാണോ? അയ്യോ ആണോന്നോ, സഭാന്നോന്നു ചിന്തയില്ല, വീടെന്ന് പറഞ്ഞ ചിന്തയില്ല, ഒരു കൂട്ടായ്മയ്ക്ക് വരത്തില്ല. ഇതൊക്കെ ഒരു നല്ല ശീലമാണോ? സിസ്റ്റർ, കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ എന്തോ റിംഗ് ടോൺ അടിക്കുമ്പോ എന്തോ പ്രശ്നം വന്നായിരുന്നു ഡോക്ടറെ. അത് സെയിം ഊബർ അല്ലേ? ഇത് എനിക്ക് തോന്നുന്നത് പകർച്ചവ്യാധിയാണ് എന്തോ ഒരു അല്ല ഡോക്ടറെ, അതടിക്കുമ്പോ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ആണോ? എന്തുവാ ഈ ഊബറിന്റെ സൗണ്ട് കേൾക്കുമോ? ഓക്കെ, സണ്ണിച്ച ഞാൻ ഒരു കാര്യം പറയാം. ഈ സഭായോഗമാണെങ്കിലും നമ്മുടെ ഇട മീറ്റിംഗ് ആണെങ്കിലും മറ്റ് യൂത്ത് മീറ്റിംഗ് ആണെങ്കിൽ എല്ലാം ഒരേ പ്രാധാന്യത്തോടെ എടുക്കണം കേട്ടോ. അല്ലാതെ സഭായോഗം മാത്രമേ കൂടത്തുള്ളൂ, മറ്റൊന്നും പ്രാധാന്യമില്ല. എല്ലാം സഭായോഗം ഉപേക്ഷയെ വിചാരിക്കരുത് നമ്മുടെ വചനത്തിൽ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേറെ ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം ചോദിക്കുക. ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാസ്റ്റർ പ്രസംഗം നീണ്ടു പോകുന്നോണ്ടാണോ അതോ 12:30 യോഗം നിർത്താത്തോണ്ടാണോ നിങ്ങൾക്ക് ഈ അടിവയറ്റിൽ നിന്ന് വരുന്നേ? ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കേട്ടോ. അത് ഞാൻ കൈ നിട്ടോ അതെ. അത് സണ്ണിച്ചൻ പോയട്ടെ. സണ്ണിച്ചൻ പോയട്ടെ. ഇന്നത്തെ കാലത്ത് കൈനിട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. ഡോക്ടറെ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രേക്ക് എടുക്കാം. കുറേ എണ്ണം ഉണ്ട് ഇനി വെയിറ്റിംഗ്. നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പോയാൽ പോലെ. എനിക്ക് ചെറിയ വിശപ്പൊക്കെ ഉണ്ട്. ഓക്കെ. You have house, no insurance. You have a life, no insurance. I have ready for you Experior Financial Group. Experior Financial Group. Retirement plans, Children's plans. travel insurance, Supervisa insurance. RRSP, RASP. TFSA. FHSA. Experior Financial Group. Experior Financial Group. Too busy to deep clean but hate living in a dusty home? Exit Germs Residential and Commercial Services. Exit Jobs. Exit Germs Residential and Commercial Cleaning. Apartment, condo and cottage cleaning. Student residence cleaning. Window cleaning. Exterior power washing and junk removal. Professional deep carpet cleaning. Tile and grout cleaning. Exit Germs. Exit Germs. പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. മങ്ങാതെ 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 കാക്കടേ. റെഡിയാണോ ഡോക്ടറെ? ഇനി അടുത്ത ആളെ വിളിക്കും. പെട്ടെന്ന് നമുക്ക് ഇന്ന് തീർത്തിട്ട് ഡോക്ടറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അടുത്തയാളെ ഞാൻ അസസ് ചെയ്യാൻ ശ്രമിച്ചു. ഭയങ്കര റിബലായുള്ള ആളാ. എനിക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റണില്ല. ഡോക്ടർ ഒന്ന് നോക്കി, എനിക്ക് പറ്റണില്ല. വിളിക്ക്. മത്തായി കുഞ്ഞേ. ഹലോ ഡോക്ടർ, എന്നോട് വിശേഷം? മത്തായി കുഞ്ഞിന്റെ മുഖത്ത് തന്നെ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ. പറഞ്ഞാട്ട്. വയസ്സെത്ര? വയസ്സ് 37. വയസ്സ് 37. എന്റെ പൊന്നു ഡോക്ടർ, എനിക്ക് ചർച്ചിലിരിക്കും വല്ലാത്തൊരു ക്ഷീണം, ശ്രദ്ധക്കുറവ്. ഞാൻ AC-യുടെ മൂട്ടി പോയിരിക്കും. പാസ്റ്ററുടെ പ്രസംഗം ഒന്നും എനിക്ക് കേൾക്കാനേ തോന്നുന്നില്ല. പാസ്റ്റർ നല്ലതൊന്നും പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. എന്ത് വന്നാലും എനിക്ക് അങ്ങ് എതിർക്കണം. എനിക്കൊന്നും സമ്മതിപ്പിക്കാൻ തോന്നുന്നില്ല. അപ്പം മത്തായി കുഞ്ഞിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പാസ്റ്റർ എന്ത് പറഞ്ഞാലും ഒരു അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടല്ലേ? എനിക്കൊന്നും ചെയ്യിപ്പിക്കാൻ ഇഷ്ടമല്ലെന്നേ. പാസ്റ്റർ നല്ലത് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് അല്ലേ? എന്തൊക്കെ എനിക്ക് ദഹനക്കേടാ ഇത് കേൾക്കുമ്പോൾ തൊട്ട്. ഓക്കെ. അതേപോലെ ഈ ചർച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ട് അങ്ങ് തോന്നുക. എപ്പോഴും ഞാൻ ഫോണില്ല. എന്തെങ്കിലും നല്ല കാര്യം അറിയിക്കാൻ വേണ്ടിയല്ലേ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ഞാൻ കോട്ടേജ് മീറ്റിങ്ങിനൊന്നും പോകാറില്ലെന്നേ. അതേപോലെ പാസ്റ്റർ ഇടയ്ക്ക് പോളൊക്കെ ഇടും.
ഞാനത് ഇങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റേയും കൊണ്ട് പ്ലീസ് റെസ്പോണ്ട് എന്ന് കാണിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖമാണ്. ആ സിസ്റ്ററെ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരാൾ വന്നില്ലയോ? KPF എന്നായിരുന്നു തോന്നുന്നല്ലേ? KPF എന്നായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് എപ്പോഴും മ്യൂട്ട്. പിന്നെ പാസ്റ്റർ ഒന്ന് റിക്വസ്റ്റ് ചെയ്യിപ്പിക്കണല്ലേ, പ്ലീസ് റെസ്പോണ്ട്, പ്ലീസ് റെസ്പോണ്ട്. കുമ്പിടിപ്പിക്കണം. ഓക്കെ, അത് മനസ്സിലായി. ഇത് പകർച്ചവ്യാധിയാണോ? 100 പേരുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ 10 പേരൊക്കെ പോൾ ഇടുന്നേ. അപ്പൊ എനിക്ക് എൻ്റെ അടുത്തുനിന്ന് അസുഖം പകരുന്നുണ്ടോ ഡോക്ടർ? എൻ്റെ മത്തായിച്ച, എനിക്ക് മനസ്സിലായി, ഇത് പകരുന്ന രോഗമാണ് കേട്ടോ. ഇത് നമ്മുടെ മെഡിക്കൽ ടൈംസിൽ റിബൽ സിറോസിസ് എന്നാ പറയുന്നത് കേട്ടോ. ഇതിന് മരുന്ന് വല്ലതും ഉണ്ടോ ഡോക്ടർ? ഇതിന് മരുന്ന് കൊണ്ട് തരാം. വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഇത് ഇല്ല, ഒന്നും ചെയ്യിപ്പിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ റിബലായിട്ട് അങ്ങ് നിൽക്കുക. ആണോ? എനിക്ക് പ്രതിപക്ഷ നേതാവാകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇത് മനസ്സിലായി. കാര്യം പിടികിട്ടി കേട്ടോ. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്തിനും എതിർപ്പ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കുറെ കൂട്ടുകാരന്മാരും ഉണ്ട്. ഈ ചർച്ച കഴിഞ്ഞിട്ട് ഒരു 4-5 പേരെങ്കിലും വിളിച്ച് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം. ഇത് സെയിം അല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്നേ? കൂടെയുള്ള ആൾക്കാരെയും കൂടി കൊണ്ടുവരണേ. ഞാൻ അവരെ വിളിക്കുമ്പോൾ ചർച്ച കഴിയുമ്പോൾ ഇവരെല്ലാം ബിസിയായി. ഇവര് വേറെ ആൾക്കാരെയൊക്കെ വിളിക്കുമെന്ന് തോന്നുന്നു. ആണോ? ഈ 12:30 ശേഷം എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക അല്ലേ? മനസ്സിലായി. ഇത് ഞായറാഴ്ച 12:00 ശേഷം, ശനിയാഴ്ച രാത്രി ഒരു 8 മണിക്ക് ശേഷം, ആ സമയത്തൊക്കെയാണ് ഈ അസുഖം കൂടി വരുന്നത്. ഓക്കെ, ഇത് റിബൽ സിറോസിസ് എന്നാ പറയുന്നത് കേട്ടോ. ഇത് പിന്നീട് ബ്ലെസ്സിംഗ് ബ്ലോക്കർ സിൻഡ്രോം ആയിട്ട് മാറും കേട്ടോ. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സമാണ് കേട്ടോ. നിങ്ങളുടെ വരാൻ പോകുന്ന അനുഗ്രഹത്തിനെല്ലാം തടസ്സമാണ് കേട്ടോ. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൈസ് പോസ്. പാസ്റ്റ് എന്ത് കാര്യം പറഞ്ഞാലും സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ണടച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, കരം പൊക്കി സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ സിസ്റ്റർ, നമ്മുടെ മെഡിറ്റേഷൻ്റെ പേപ്പർ ഒന്ന് പുള്ളിക്ക് കൊടുക്കണേ. ആന്റി റിബൽ മെഡിറ്റേഷൻ എടുത്താൽ മതി. എന്ന് രാവിലെ, പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെ ആന്റി റിബൽ മെഡിറ്റേഷൻ എടുത്തിട്ട് പറഞ്ഞ കേട്ടോ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡോക്ടറോട് തന്നെ ദേഷ്യം. പിന്നെ ഇറക്കി വിട്ടേക്ക്, ശരിയാവത്തില്ല. പിള്ളേരെയൊക്കെ ഓരോ കാര്യങ്ങളെ എന്ത് പറഞ്ഞാലും എതിർപ്പാ. എനിക്ക് കേട്ടുവിട. അടുത്ത ആരും അടുത്തുണ്ടല്ലോ ഡോക്ടറെ, ഒരു അമ്മയും മോനുമാണ്. അപ്പോ ഇത് അതിന് പീഡിയാട്രിക് ഹോസ്പിറ്റൽ അല്ല, ഇത് സൈക്കാട്രി അല്ലേ? പീഡിയാട്രിക് നമ്മുടെ BPF-ലോട്ട് വിടും, ബെൽവില്. ഡോക്ടറെ, ഇത് കുഞ്ഞിനെ കണ്ടാല് ശരീരം കൊണ്ട് വളർച്ചയുണ്ട്, മനസ്സുകൊണ്ടും ഇതൊന്നും വളർച്ചയില്ല ഡോക്ടറെ. അപ്പൊ ഡോക്ടർ ഒന്ന് നോക്ക്, ഈ അമ്മയും മോനും അങ്ങ് അടിയാ. എങ്കിൽ വിളി, എന്താന്ന് വെച്ചാൽ നമുക്ക് കാണാം. ജെയ്ഡനോ? മോന്റെ പേരാ. ആണോ? ജെയ്ഡൻ. നമസ്കാരം ഡോക്ടറെ. സഹോദരി, പിന്നെ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണാൻ തോന്നുന്നില്ലല്ലോ. എന്റെ ഡോക്ടറെ, ഒന്നും പറയണ്ട. ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. അടിക്കുവോ? അതൊന്നും ഇല്ല, ഇവനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുവാ. ഇവന് വയസ്സെത്ര? ഇവന് 23 വയസ്സായോ? പറഞ്ഞാട്ടെ, എന്താ രോഗം? ഡോക്ടറെ, ഞാൻ പറഞ്ഞു പോലെ ഇവനെ കൊണ്ട് തോറ്റ്. ഇവനൊന്ന് കുണം പിടിച്ച് കണ്ടാ മതി എനിക്ക്. എന്റെ സഹോദരി, ഇവനെ കണ്ടിട്ട് ഒരു പ്രശ്നവും എനിക്ക് തോന്നിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ കൈകെട്ടിയുള്ള ഇരിപ്പ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്റെ ഡോക്ടറെ, ഇവന് ആത്മീയ കാര്യത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇവന് വല്ലോ മാർഗം ഉണ്ടെങ്കിൽ അവൻ സവയവത്തിൽ അവന് വരത്തില്ല. അവൻ എന്തേലുമൊക്കെ മാർഗം അവൻ കണ്ടുപിടിക്കും. വന്നാൽ തന്നെ അരകല്ലിന് കാറ്റ് പിടിച്ച ഒരൊറ്റ ഇരിപ്പ, കൈയും കെട്ടി. ഇത് കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി വന്നായിരുന്നു കേട്ടോ. പാസ്റ്റർ കൈകെട്ടിയിരിക്കുക പറഞ്ഞാലും ഇങ്ങനെ കൈകെട്ടിയിരിക്കും, കൈ ഉയർത്താൻ പറഞ്ഞാലും കൈകെട്ടിയിരിക്കും അല്ലേ? അത് മനസ്സിലായി. നമ്മുടെ കഴിഞ്ഞ ആഴ്ച വന്ന എന്റെ ഡോക്ടർ, വേറൊരു കാര്യം അറിയോ? ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ഇവന് ഞാൻ സ്തോത്രാഴ്ചക്ക് കൊടുക്കാനും കൊടുത്ത കാശെല്ലാം ഇവൻ കൂട്ടി വെച്ച് പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കില്ല. ഇവന്റെ പരിപാടി. ഇവൻ നന്നാവോ ഡോക്ടറെ? ഇത് മനസ്സിലായി സഹോദരി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതെന്തോന്ന് പറയുക, 2K കിഡ്സ് കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം രോഗമാണ് കേട്ടോ. 2K കിഡ്സ് ഇത് വേലിക്കല്ലിന് മേളിൽ നമ്മുടെ ഓന്തിരിക്കുന്ന പോലെ ഇരിക്കും. ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അനങ്ങത്തില്ല. പാസ്റ്റർ കരം ഉയർത്താൻ പറഞ്ഞ് കൈ ഉയർത്തത്തില്ല, കൈ കെട്ടിയിരിക്കും കേട്ടോ. ഇതിന് ഒരു സിറപ്പ് ഞാൻ എഴുതി തരാം, മദേഴ്സ് എൻകറേജ്മെന്റ് സിറപ്പ്. ഇവന് എന്നും രാവിലെ കൊടുക്കണം കേട്ടോ, എൻകറേജ്മെന്റ് കൊടുക്കണം ഇവന്. പിന്നെ സ്തോത്രാഴ്ചക്ക് കാശ് അടിച്ചു മാറ്റുന്ന കാര്യം എൻ്റെ അപ്പൻ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടോ? നല്ല ചൂരിൽ വെട്ടി അടി കൊടുക്കാൻ പറയണം കേട്ടോ. അതിന്റെ കുറവുണ്ട് ഇവന് കേട്ടോ. നീ പോയട്ടെ. ഇതിന് എൻകറേജ്മെന്റ് കൊടുക്കണം കേട്ടോ. ഡോക്ടർ 2 ഡബിൾ ആക്കി കൊടുത്തേക്ക് ഡോസ്. കുറച്ചധികം വേണ്ട വരും സിറപ്പ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിളിക്കാം ഡോക്ടറെ. വർക്കിച്ചൻ. ഇരുന്നാട്ട്. വർക്കിച്ചന് വയസ്സെത്ര? എനിക്ക് 38 വയസ്സായി. 38. എന്താ അസുഖം? എന്തുവാ? എനിക്ക് അങ്ങ് ഭയങ്കര വിശപ്പാണ്. വിശപ്പ് ഒരു അസുഖമാണോ? എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോരെ? അല്ല, ഇത് ചുമ്മാ വിശപ്പല്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് വിശപ്പ് മൊത്തം. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ. അതെന്തൊരു വിശപ്പാണ്?
അത് ഈ ഒരു വിശപ്പ് കാരണം എനിക്ക് ഈ ഫുഡില്ലാത്ത പ്രാർത്ഥനയ്ക്ക് പോകാനേ ഒരു താല്പര്യമില്ല. ഫുഡ് എവിടെ ഉണ്ടോ ഇത് എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്, ഏകദേശം പിടികിട്ടി വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഇടയ്ക്കിടയ്ക്ക് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തും. ആ 20 ദിവസം പോയില്ലേലും 21ാമത്തെ ദിവസം പോയിട്ട് ആ പാത്രവും പഠിക്കാണ്ട് എനിക്കൊരു സമാധാനമില്ല. കാര്യം പിടികിട്ടി, ഇത് എനിക്ക് പിടികിട്ടി. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ മീറ്റിങ് ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ച ഒരു അൺനെസസറി പ്രെയർ ഉണ്ട്. ഇത് അൺനെസസറി നല്ലൊരു ഇന്റർസെസറി പ്രെയർ എന്നല്ലേ പറയുന്നേ? ഫുഡില്ലാത്ത പ്രാർത്ഥനയൊക്കെ എനിക്ക് അൺനെസസറി ആണ്. അപ്പൊ ഫുഡില്ലാത്ത പ്രാർത്ഥന അൺനെസസറി അല്ലേ? ഓക്കെ. എൻ്റെ വർക്കിച്ചനുള്ള മരുന്ന് മത്തായി 4:4 പറയുന്നുണ്ട് കേട്ടോ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു കേട്ടോ. ഞാൻ ഒരു ടോണിക് എഴുതി തരാം, സ്പിരിച്വൽ ആപ്പറ്റൈറ്റ് ടോണിക് കേട്ടോ. അത് ഡെയിലി രാവിലെ ആഹാരത്തിന് ശേഷം കഴിക്കുക കേട്ടോ. പിന്നെ ഒരാഴ്ചത്തേക്ക് കിങ്ഡം ഫസ്റ്റ് ഡയറ്റ് അത് എടുക്കണം. ആ ഡയറ്റ് പേപ്പർ ചാർട്ട് കൊടുത്തേക്കണേ കേട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. ഓക്കെ, തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ നന്നായി. ഓക്കെ, താങ്ക് യു. ഓക്കെ. എന്തൊക്കെ അസുഖങ്ങളാ ഡോക്ടറെ? വിശപ്പ് കൂടുന്ന ഒരു അസുഖമാണോ? എന്ത് ചെയ്യാനാ? ഓക്കെ, കഴിഞ്ഞോ പോയേക്കാം. ഡോക്ടറെ, അടുത്ത ഒരു തലവേദന പിടിച്ച കേസാട്ടോ. ഞാൻ BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഹൈ. ഒരു നെഞ്ചിന് വേദന ആയിട്ടാ വന്നേക്കുന്നത്. ഇവരെയൊക്കെ എമർജൻസി കേസ് എല്ലാം വല്ല നോർത്ത് ബേയിലോട്ട് പറഞ്ഞു വിട്. ദൂരല്ലേ ഡോക്ടറെ? ഡോക്ടർ ഒന്ന് അസസ് ചെയ്യും. നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഒരു അപ്പച്ചനാ ഇവിടെ എമർജൻസി കേസ് എടുക്കാൻ പറ്റത്തില്ല, അവിടെ സൈക്കാട്രി ആണേ. പറയാം. തോമസ് കുട്ടി ആടി വരുന്നുണ്ട് ഡോക്ടറെ. അവരോട് പേഷ്യൻസിനോട് സംസാരിക്കാൻ കയറിയിരിക്കും. അപ്പച്ചാ, തീരെ വയ്യായോ? തീരെ വയ്യ. അപ്പച്ചന്റെ പേരെന്തുവാ? തോമസ് കുട്ടി. വയസ്സെത്ര? വയസ്സ് ഒരു 65-70. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കേ. 70. എന്താ അസുഖം പറഞ്ഞോ? എനിക്കാണെങ്കിൽ അങ്ങ് നെഞ്ചിനകത്ത് വേദനയാ. പക്ഷേ ഇവിടെ എമർജൻസി കെയർ ഇല്ല കേട്ടോ. പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് നെഞ്ചിനകത്ത് വേദന ഉണ്ടാവും. പെട്ടെന്ന് ഇവിടുന്നൊക്കെ ഒരു വേദന വന്നാലുണ്ടല്ലോ, നല്ല വേദന. പക്ഷെ അത് നെഞ്ചല്ല, അത് നടുവാ. അല്ല, അവിടെയും വേദനയുണ്ട്. ആണോ? കാര്യം പറ, എന്തുവാ പ്രശ്നം? എന്തുവാ കാര്യം എന്ന് പറയുമ്പോഴേ ഈ PR, സിറ്റിസൺ, വീട് ഇതൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ എനിക്കൊരു പ്രത്യേക നെഞ്ചിനകത്ത് വേദന ഉണ്ടാവും. ഇത് എനിക്ക് പിടികെട്ടു കേട്ടോ ത്രേസ്യാമേ. ഇതെന്തോ പിടികിട്ടിയോ? മറ്റുള്ളവർക്ക് PR കിട്ടുമ്പോൾ, വീട് മേടിക്കുമ്പോൾ, വണ്ടി മേടിക്കുമ്പോൾ ഒരു നെഞ്ചിനകത്തൊരു ആന്തല് ഇല്ലേ? ഇന്നലെ എനിക്ക് പെട്ടെന്ന് നെഞ്ചിനകത്ത് വേദന ഉണ്ടായി. അതെന്തേ? എനിക്ക് മാത്രമല്ല, എൻ്റെ ഭാര്യ അന്നമ്മയ്ക്കും. എന്ത് കാര്യം? എന്തേ? നമ്മുടെ ചർച്ചിലെ ജോയൽ കുഞ്ഞുണ്ടല്ലോ, ഒരു വീട് മേടിക്കാൻ പോവാ. അവന് അഡ്വാൻസ് കൊടുത്തോ? $50,000 അഡ്വാൻസ് കൊടുത്തെന്നാ പറഞ്ഞേ. അവൻ നേഴ്സല്ല, അവൻ കൊടുക്കട്ടെ. അത് കേട്ടപ്പോ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ വരെ ഞാനും ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമ്പി എവിടെ വരെ വന്നേ. അപ്പച്ച ഇതൊരു പ്രത്യേകതരം രോഗം കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഷോണിന് ഇൻവിറ്റേഷൻ കിട്ടി. അപ്പച്ചന് നെഞ്ചുവേദന വന്നായിരുന്നോ? ഇല്ല, ആ ചെക്കൻ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാ വന്നെന്നാ. ആണോ? അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പച്ചൻ കുറച്ച് കൈനിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് 60 ശേഷമുള്ള രോഗികളിൽ കണ്ടുവരുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ 40 ശേഷം. നാട്ടില് ബാബുച്ചാന്റെ മോനല്ലേ ഇത് ഡോക്ടർ? അപ്പച്ചൻ ഞാനല്ലോ ഡോക്ടർ. അപ്പച്ചൻ ചികിത്സിക്കാൻ വന്നല്ലോ. മോനെ എനിക്കറിയാം. പണ്ട് എങ്ങനെ കിടന്നതാണെന്നറിയാമോ നിങ്ങളുടെ ഫാമിലി? ഇവിടെ ഇന്ന് വന്നിട്ട് 3-4 ലക്ഷം രൂപ സാലറിയും എന്തെല്ലാം നോക്കിയേ അല്ലേ? അപ്പച്ചൻ ഇരുന്ന് ദഹിപ്പിക്കൂ. അല്ല, ഞാൻ പറഞ്ഞതാ, എനിക്കൊരു നെഞ്ചിനകത്ത്. അപ്പച്ചൻ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. അപ്പച്ചൻ മക്കള് നാട്ടിൽ കഷ്ടപ്പെട്ട് നടന്നപ്പോൾ ദൈവം സ്റ്റഡി വിസയൊക്കെ കൊടുത്ത് ദൈവം ഇവിടെ കൊണ്ടുവന്നു. അപ്പച്ചനെ വിസിറ്റ് വിസയ്ക്ക്. അപ്പച്ചൻ വിസിറ്റ് വിസയാണോ? അതെ. ഈ നെഞ്ചിന് വേദന കൊണ്ട് ഇരിക്കരുത് കേട്ടോ. എൽദോപ്രോയുടെ ഇൻഷുറൻസ് എടുത്തോണം കേട്ടോ. ഓക്കെ, എന്റെ മക്കളോട് ഞാൻ പറയാം, ഇങ്ങനെ എന്നോട് സംസാരിക്കാതെ. എനിക്ക് നെഞ്ചിനകത്ത് രണ്ടുപേരും ഇൻഷുറൻസ് എടുത്തോണം. പിന്നെ ദൈവത്തിന് സകലത്തിന് നന്ദി പറയുക എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ്. ദൈവം നാട്ടിൽ നിന്ന് കടന്ന അപ്പച്ചനെ ഇവിടെ കൊണ്ടുവന്നു, ഈ ദേശത്ത് കൊണ്ടുവന്നു, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ കൊണ്ടുവരുമെന്ന് പ്രവാചകന്മാരെ പ്രവചിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലയോ? കൊണ്ടുവന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി, മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആർക്ക് PR കിട്ടിയാലും, സിറ്റിസൺഷിപ്പ് കിട്ടിയാലും, വിസിറ്റ് വിസ കിട്ടിയാലും, എന്ത് കിട്ടിയാലും ദൈവത്തിന് നന്ദി പറയാ. മറ്റുള്ളവർക്ക് കിട്ടിയാലും നമുക്ക് കിട്ടിയാലും എല്ലാം നന്ദി പറഞ്ഞാൽ മതി കേട്ടോ. ദൈവം ശരിയാകും കേട്ടോ, എല്ലാം ശരിയാവും. ഞാൻ പൊക്കോട്ടെ. ഞാൻ ഒരു ഗുളിക കൊടുക്കണോ?
ഒരു ഹൈ ഡോസ് എഴുതി കൊടുത്തേക്ക് ഡോക്ടർ, ഇതിനൊന്നും ഓക്കെ. മരുന്നില്ല. ഒരു സ്ട്രിപ്പ് അസൂയാനോള് കൊടുത്തോ കേട്ടോ. മാറുവോ? മാറണം. ഓക്കെ, ഞാൻ പൊക്കോട്ടെ. ഓക്കെ. ഓ, എന്തെല്ലാം പേഷ്യൻസാ. പുറത്ത് മുന്തിയ കാറുകൾ കിടപ്പുണ്ട്. ഇതൊക്കെ ആരുടെയാണാവോ? ഇതൊക്കെ ക്യൂ നിൽക്കുന്നവരാ, ഇതിന് പിന്നെ കയറി വന്നോളൂ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? രജിസ്ട്രേഷൻ കഴിഞ്ഞല്ലേ? നമുക്ക് പോയേക്കാം. മാത്രം രൂപേണ അവതരിപ്പിക്കാൻ സാധിച്ചുള്ളൂ. ഇതിലുപരി ഇനിയും അനേക രോഗങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. എല്ലാത്തിലും പ്രതിവിധി ക്രിസ്തുവിലാണ്. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.